ഫെബ്രുവരി 8 വിശുദ്ധ ജെറോം എമിലിയാനി. ഇറ്റലിയിലെ വെനീസിൽ ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജെറോം എമിലിയാനിയുടെ ജനനം. പിതാവിൻ്റെ മരണശേഷം 15-ാം വയസ്സിൽ ജെറോം വീട് വിട്ടിറങ്ങി വെനീസിയൻ റിപ്പബ്ലിക്കിൻ്റെ സൈന്യത്തിൽ ചേർന്നു. ക്രമേണ അദ്ദേഹം ട്രെവിനോ കുന്നുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കോട്ടയുടെ ഗവർണറായി. ആ ജോലിയിൽ ആയിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് കാരാഗൃഹത്തിലടിച്ചു. ജയിലിലെ കഷ്ടപ്പാടുകൾക്കിടെ അദ്ദേഹം ദേവമാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അങ്ങ് എന്നെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ ഞാൻ ഉത്തമ ജീവിതം നയിച്ചുകൊള്ളാം. പ്രാർത്ഥനയുടെ ഫലമായി ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. ജെറോം സന്തോഷത്തോടെ ട്രെവിനോ കോട്ടയിലേക്ക് മടങ്ങി. ദേവമാതാവിൻ്റെ പള്ളിയിലെ ബലിപീഠത്തിൽ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങല തൂക്കിയിട്ടു. പിന്നീട് അദ്ദേഹം വെനീസിലേക്ക് തിരികെ പോയി. 10 കൊല്ലത്തോളം അദ്ദേഹം വൈദിക പഠനത്തിൽ മുഴുകി ജീവിച്ചു. അതിനിടെ ഉപവിപ്രവൃത്തികളും ചെയ്തിരുന്നു. തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്നവരെയും അനാഥരെയും അദ്ദേഹം കഴിയും വിധം സഹായിച്ചു പോന്നു. അവരുടെ ആശുപത്രികളും സത്രങ്ങളും സന്ദർശിച്ച് ദരിദ്രരെ പരിചരിച്ചു. 1528 പടർന്ന് പിടിച്ച പകർച്ചവ്യാധിയുടെ കാലത്ത് വെനീസിലെ വിശുദ്ധ കയത്താൻ സ്ഥാപിച്ച ആശുപത്രികളുടെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. അനാഥ കുട്ടികൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം അദ്ദേഹം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജംഗമ വസ്തുക്കളും ഉപകരണങ്ങളും വിറ്റ് അദ്ദേഹം അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഉപദേഷ്ടാവാണ് പിന്നീട് പോൾ 4-ാമൻ മാർപ്പാപ്പ ആയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനാഥരെയും രോഗികളെയും സംരക്ഷിക്കാൻ വേണ്ടി ജെറോം ഒരു സന്യാസ സഭ 1532 സ്ഥാപിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്യാസ സഭക്കാർ കുട്ടികൾക്കും ഗ്രാമീണ ജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന പരിപാടിയും ഏറ്റെടുത്ത് നടത്തി തുടങ്ങി. ബർഗോമോയിൽ ദുർമാർഗ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു മഗ്ദലേന ഭവനവും ആശുപത്രിയും തുടങ്ങി. ഈ മേഖലയിൽ തന്നെ ആദ്യത്തെ ഒരു കാൽവെപ്പാണ് ഈ സ്ഥാപനം. പാദുവായിലും വെറോണിലും അദ്ദേഹം അനാഥശാലകൾ സ്ഥാപിച്ചിരുന്നു. പല അൽമായരും വൈദികരും അവിടെ താമസിച്ച് അനാഥരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്കു വേണ്ടി അദ്ദേഹം ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി. അങ്ങനെയാണ് സൊമാഷയിലെ ക്ലെറിക്സ് റെഗുലർ എന്ന സന്യാസ സഭയുടെ ആരംഭം. ഇന്നും അത് നിലനിൽക്കുന്നു. രോഗികളെ സന്ദർശിച്ച് ശുശ്രൂഷിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനും പകർച്ചവ്യാധി പിടിപെട്ടു. 1537 ഫെബ്രുവരി 8 അദ്ദേഹം ആ രോഗത്താൽ മരിച്ചു. 1767 അദ്ദേഹത്തെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിന്നീട് 161 വർഷങ്ങൾക്ക് ശേഷം പിയൂസ് 11-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ജെറോം എമിലിയാനിയെ അനാഥരുടെയും പരിത്യക്തരായ കുട്ടികളുടെയും മധ്യസ്ഥനാക്കി. വിചിന്തനം: കുടുംബങ്ങളും സമൂഹവും പരിത്യജിച്ച നടതള്ളുന്ന വൃദ്ധരുടെയും അനാഥരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിശുദ്ധ ജെറോം എമിലിയാനിയെ അനുകരിച്ച് നമുക്ക് അവരുടെ സ്നേഹിതരാകാം.